ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. 2-3 ദിവസമായിട്ട് ഇങ്ങോട്ട് നല്ല മഴയാട്ടോ. നമ്മുടെ ഈ കിണർ ഫുള്ളേ നിറഞ്ഞ് വെള്ളം വരും കേട്ടോ, നല്ല രീതിക്ക് മഴയൊക്കെ ആണെങ്കിൽ. ഇപ്പോൾ എന്തായാലും നിറയാറടുത്ത് കിണറ്റിൽ വെള്ളമുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിലിട്ടേക്കുന്ന ഷീറ്റിൻ്റെ പുറത്ത് നമ്മുടെ മുറ്റത്തെ മാവിൻ്റെ ഇലയെല്ലാം വീണ് നല്ല രീതിക്ക് കെട്ടിക്കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് അതൊന്നും വൃത്തിയാക്കാൻ പറ്റിയില്ല മഴയായതുകൊണ്ട്. അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളം മുഴുവൻ ഒഴുകി ഈ സ്റ്റെപ്പിൽ വീഴും കേട്ടോ. അപ്പോൾ ചവിട്ടി കയറുന്ന മണ്ണും വെള്ളം എല്ലാം ആയിട്ട് ഫുള്ള് വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാനതൊന്ന് കഴുകി ഇടാനായിട്ട് ഇറങ്ങിയതാണ്. അതൊന്ന് കഴുകിയിട്ടിട്ട് വേണം എനിക്കൊന്ന് തൂത്ത് വരാനെല്ലാം. ചെരുപ്പെല്ലാം ഫുള്ള് വെള്ളം വീണ് മണ്ണടിച്ച് കിടക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കഴുകാനായിട്ട് ഇറങ്ങി വന്നതാണ്. ഞാൻ എന്തിന് ഇറങ്ങിപ്പോന്നാലും കുഞ്ഞെൻ്റെ പുറകെ ഉണ്ട് കേട്ടോ. അവളെൻ്റെ പുറകെ തന്നെ കാണും. പ്രത്യേകിച്ച് വെള്ളത്തിൽ പണി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെള്ളത്തിൽ പണിയായിട്ട് എത്ര നേരം വേണമെങ്കിലും അവളെ നമുക്ക് ഒരിടത്ത് ഇരുത്തിയിട്ട് എന്ത് ജോലിക്ക് വേണമെങ്കിലും പോകാം കേട്ടോ. കുഞ്ഞിലെയൊക്കെ ബക്കറ്റിലൊക്കെ ഇരുത്തിയിട്ടായിരുന്നു കേട്ടോ ഞാൻ തുണി അലക്കുന്നതൊക്കെ. ഇപ്പം പിന്നെ ഇച്ചിരി വലുതായതുകൊണ്ട് ബക്കറ്റിലൊന്നും ഇരുത്താറില്ല കേട്ടോ. ബക്കറ്റിലൊന്നും ഇരുത്തേണ്ട കാര്യമില്ല, പൈപ്പൊക്കെ ഓണാക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആളവിടെ നിന്നോളൂ കേട്ടോ. പിന്നെ പുറത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് കാലും കയ്യും ഒക്കെ കഴുകി കേട്ടോ. എൻ്റെ കൂടെ ചെരുപ്പെടുത്ത് വെക്കാനും പറക്കാനും എല്ലാം സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്ത് ജോലി ചെയ്താലും എന്നെ സഹായിച്ചതിൻ്റെ പുറകെ നടന്നോളൂ കേട്ടോ. പിന്നെ ഇത് കാലും കൈയൊക്കെ കഴുകി ഞങ്ങളിത് നേരെ അകത്തോട്ട് കയറി പോവാണ് കേട്ടോ. മഴയായിരുന്നത് കൊണ്ട് 3-4 ദിവസത്തെ തുണിയൊക്കെ ഉണങ്ങാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് വെയിലത്തെടുത്ത് ഇടണം. ഇന്നും വെയിലുണ്ട്, എന്നാലും അത്ര നല്ല വെയിലൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്ക് വെയിൽ വരും, ഇടയ്ക്ക് മഴക്കാറ് വരും. അതുകൊണ്ട് പുറത്ത് തുണിയിട്ടേക്കുന്നത് അതുകൊണ്ട് നോക്കി കേട്ടോ നിൽക്കുന്നത്. അതുകൊണ്ട് തുണിയെല്ലാം കൊണ്ട് വിരിച്ചിട്ട് പിന്നെ ഇത് ഞാൻ നേരെ വീടിനകം തൂക്കാനാണ് കേട്ടോ വന്നേക്കുന്നത്. സാധാരണ പതിവ് പോലെ തന്നെ കളിപ്പാട്ടും എല്ലാം നിരത്തി ഹാളിനകത്തൂടെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ വന്ന് ജനലും എല്ലാം തുറന്ന് വാതിലും എല്ലാം തുറന്ന് കുറച്ച് തുണിയും കൂടെ വിരിക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 2-3 ദിവസത്തെ തുണി ഉള്ളത് കൊണ്ട് മുറ്റത്തെ അഴയെല്ലാം ഫുള്ളായിട്ട് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ വെയിലായിട്ട് ഞാനത് പുറത്തേക്കൊന്ന് വിരിക്കാൻ ഓർത്തല്ല. പിന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചെടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പിന്നെ ഇത് ഞാൻ സിറ്റ് ഔട്ടിലെ ചവിട്ടി എല്ലാം എടുത്ത് എല്ലാം മണ്ണായിട്ട് കിടക്കുവാണ് കേട്ടോ. മഴയും പിടിച്ച് നമ്മുടെ ഇവിടുത്തെ മണ്ണ് ഫുള്ള് പെരയ്ക്കകത്തോട്ടാവും കേട്ടോ. അങ്ങനെ ഒരു വൃത്തികെട്ട കാലാവസ്ഥയാട്ടോ മഴയും കൂടെ ആണെങ്കിൽ. പിന്നെ ഇത് ഞാൻ ഫുള്ള് തൂത്ത് വൃത്തിയാക്കി. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല രീതിക്ക് വെയിൽ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുഞ്ഞിൻ്റെ കുറച്ച് തുണിയും എൻ്റെ അമ്മയുടെ നൈറ്റിയൊക്കെ കുറച്ച് ഉണങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനിതേ പുറത്ത് പായിട്ട് അങ്ങോട്ട് കൊണ്ട് വിരിച്ചിടുവാണ് കേട്ടോ. തോർത്ത് പോലും ഉണക്കിയിട്ടില്ല കേട്ടോ. ഈ 2-3 ദിവസത്തെ മഴയത്ത് 3 ദിവസമായി തോർത്ത് പോലും ഉണങ്ങാണ്ട് കിടക്കുവാണ് കേട്ടോ. വർക്ക് ഏരിയയിൽ സാധാരണ വിരിച്ചിടാറുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് അച്ചാച്ചി അവിടെ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെയും തുണിയൊന്നും വിരിച്ചിടാൻ പറ്റുന്നില്ല കേട്ടോ. അതാണ് കേട്ടോ ഇത്രയും തുണി കൂടിയത്. അഴയെല്ലാം രാവിലെ തന്നെ ഫുള്ളായിട്ടുണ്ട്. ഞാൻ തുണി എടുക്കുന്നതിൻ്റെ പുറകെ വന്നിട്ടുണ്ട് കേട്ടോ ആള്. താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് തലയിലൊക്കെ ഇട്ട് എൻ്റെ അടുത്തോട്ട് കൊണ്ടുതരുന്നത്. എനിക്ക് ഭയങ്കര